ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ രണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് വരിക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ കൂലി, വാർ 2 തുടങ്ങിയ സിനിമകളുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും കേരള കളക്ഷൻ എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. ആദ്യമേ രജനികാന്തിന്റെ കൂലി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരുന്നല്ലോ. 4 ദിവസങ്ങൾ കൊണ്ട് 404 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടു എന്ന് പറഞ്ഞ്. എന്നാൽ ഇപ്പോഴത്തെ ട്രാക്കേഴ്സ് കണക്കിൽ സിനിമ 5 ദിവസങ്ങൾ കൊണ്ടാണ് 404 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ആദ്യ വീക്കെൻഡിലെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ തള്ളാണെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇന്നലെ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച പോലും 25 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് വന്നുകൊണ്ട് മികച്ചൊരു കളക്ഷൻ എന്ന് പറയാം. പ്രത്യേകിച്ച് സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നോക്കുമ്പോൾ ഇതുവരെയുള്ള 5 ദിവസത്തെ ആകെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുമ്പോഴും കൂലി മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇന്നത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ എല്ലാം തന്നെ സിനിമയ്ക്ക് ഇനിയും നിർണായകമാണ്. കാത്തിരിക്കാം കൂലിയുടെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ പോകുമെന്ന് അറിയുവാനായിട്ട്. ഇതിനിടയിൽ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇന്നലെ പ്രതീക്ഷിത പോലെ 1 കോടി രൂപ പോലും സിനിമയ്ക്ക് കേരള ഗ്രോസ് വന്നിട്ടില്ല. ഇന്നലെ വരെയുള്ള സിനിമയുടെ കേരള ഗ്രോസ് 21,90,00,000 രൂപയാണ്. ഇനി കൂലിക്കൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ വാർ 2 സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഹൃതിക് റോഷൻ ജൂനിയർ NTR കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ എല്ലാം തന്നെ 300 കോടി രൂപയ്ക്ക് മുകളിലുള്ള പോസ്റ്റർ എല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രാക്കേഴ്സ് കണക്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് സിനിമ 280 കോടി ഗ്രോസ് കളക്ഷൻ പിന്നിട്ടേ ഉള്ളൂ. ഓവർസീസിൽ നിന്ന് 60 കോടി ഗ്രോസ് നേടിയെടുത്ത സിനിമ ബാക്കിയുള്ള കളക്ഷൻ എല്ലാം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തതാണ്. ഇതിനിടയിൽ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 1,78,00,000 രൂപ മാത്രമാണ് സിനിമയുടെ കേരള ഗ്രോസ്. ഇന്നലെ 10 കോടിയിൽ പരം മാത്രം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ വലിയ ഡിസാസ്റ്റർ ആകുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ YRFന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആകുന്ന സിനിമയും വാർ 2 ആയേക്കും. 340 കോടി രൂപയ്ക്ക് വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ച സിനിമ 700 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം തിയേറ്ററുകളിലെ വിജയിക്കാൻ. അതിലേക്ക് എത്തപ്പെട്ടില്ലാന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കൂ വൻ ഡിസാസ്റ്ററായ വാർ 2വിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.